ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ലീഡറാണ് ജി സുധാകരൻ. മുഖത്ത് നോക്കിയ കാര്യങ്ങൾ പറയും. ഹൈലി ഓണസ്റ്റ്, ബ്രൂട്ടലി ഓണസ്റ്റ് ആണ് ഈ മനുഷ്യൻ. പുള്ളി പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അദ്ദേഹം ഏതൊക്കെ മന്ത്രിയായിട്ടിരുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും റോഡുകൾ അദ്ദേഹം നന്നാക്കിയെടുക്കുന്ന, ഈ പാലങ്ങളൊക്കെ പണിയുന്നത്. അതിൻ്റെ മെറിറ്റോടുകൂടിയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം എല്ലാം ഒഴിഞ്ഞു വളരെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ട്, കാരണം അയാൾ റിട്ടയർമെൻ്റ് ആയി, അയാൾ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം റോഡ് എക്സ്പാൻഷൻ വന്ന സമയത്ത് സ്വന്തം വീട് പൊളിച്ചോളാൻ പറഞ്ഞ ഒരാളാണ്, പവറിലിരുന്നിട്ട് പോലും. അതായത് അയാൾ കാണിച്ച അയാളുടെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറഞ്ഞ് ഏറ്റവും മോശമായ ചതുക്കുഴിയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അതായത് വളരെ ഓണസ്റ്റായ മനുഷ്യൻ ഏറ്റവും മോശമായ പാർട്ടിയിൽ പോയി എന്ന് മാത്രമേ പുള്ളി കാണിച്ച തെറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യമാണ്, CPM ആലപ്പുഴ ജില്ലയിൽ വളർത്തിയതിൻ്റെ പ്രധാന കാരണക്കാരൻ, ഞാൻ എൻ്റെ അച്യുതാനന്ദനേക്കാളിലും ക്രെഡിറ്റ് കൊടുക്കുന്നത് സുധാകരനാണ്. കാരണം അച്യുതാനന്ദ സമയത്ത് എത്ര സീറ്റ് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്? സുധാകരൻ വന്ന ശേഷമാണ് സീറ്റുകൾ ഇത്രയും CPM കൂടാനുണ്ടായ കാരണം. അപ്പോൾ അതിനകത്ത് പുള്ളി തന്നെയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് KB തോമസ് എന്ന് പറഞ്ഞ പഴയ എറണാകുളം MP, പഴയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്ന മന്ത്രി. ഞാൻ ഇയാളെപ്പറ്റി പല ആവർത്തി പറഞ്ഞു, കേരളം കണ്ട നല്ലൊരു പെരുങ്കള്ളനാണിവൻ.